ഉത്തർപ്രദേശ് ഗാസിപൂരിലെ സ്ത്രീധന കൊലപാതക കേസിൽ വഴിത്തിരിവ്. മരിച്ചെന്ന് കരുതിയ സ്ത്രീയെ ആൺ സുഹൃത്തിനൊപ്പം മധ്യപ്രദേശിൽ നിന്ന് കണ്ടെത്തി. ഭർത്താവ് അടക്കം 6 പേർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരുമ്പോഴാണ് ഈ മരിച്ചു എന്ന് കരുതിയ സ്ത്രീയെ കണ്ടെത്തിയത്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയാ അജീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. എന്തായാലും 3-ാം തീയതിയാണ് ഈ രുചി എന്നു പേരുള്ള പെൺകുട്ടി ഗാസിപൂരിലേക്ക് വിവാഹം കഴിച്ചയച്ചതാണ്. ഈ രുചിയെ കാണാനില്ലെന്നും അത് ഭർത്തൃ വീട്ടുകാർ കൊലപ്പെടുത്തി മൃതദേഹം മറവ് ചെയ്തതുമാണെന്ന് കാണിച്ച് ഈ രുചിയുടെ മാതാവ് പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗാസിപൂർ പോലീസിന് അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു. അങ്ങനെ പോലീസിന്റെ അന്വേഷണത്തിലാണ് 7-ാം തീയതി ഈ ഗ്വാളിയറിൽ കാമുകനൊപ്പം താമസിക്കുന്ന നിലയിൽ ഈ രുചിയെ കണ്ടെത്തിയത്. പോലീസ് ടവർ ലൊക്കേഷൻ അടക്കം കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത്. ഇതിനിടയിൽ ഈ മാതാവിന്റെ പരാതിയിൽ, ഈ രുചിയുടെ മാതാവിന്റെ പരാതിയിൽ ഭർത്താവ് രാജേന്ദ്ര യാദവ്, ഒപ്പം തന്നെ ഭർത്താവിന്റെ മാതാവ്, കുടുംബത്തിലുള്ള 4 പേർ, ഇങ്ങനെ മൊത്തം 6 പേർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു. ഗാർഹിക പീഡനം, സ്ത്രീധന കൊലപാതകം, ഒപ്പം തന്നെ ഈ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളായിരുന്നു ചുമത്തിയിരുന്നത്. അങ്ങനെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ഇവർ വലിയ മാനസിക സമ്മർദ്ദത്തിലായിരിക്കുമ്പോഴാണ് ഈ കേസിൽ ഒരു നിർണായക വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. ഈ പോലീസ് ഈ ഗ്വാളിയറിലെത്തി, മധ്യപ്രദേശിലെ ഗ്വാളിയറിലെത്തി ഈ രുചിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ കാമുകനൊപ്പം താമസിക്കാനാണ് താൻ ഒളിച്ചോടിയത്, തക്ക സമയം കിട്ടിയപ്പോൾ ഒളിച്ചോടി എന്നാണ് രുചി പോലീസിനോട് പറഞ്ഞത്. തനിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ലായിരുന്നു, ഈ വീട്ടുകാർ തീരുമാനിച്ച വിവാഹത്തിന്. 10ാം ക്ലാസ് മുതൽ തന്നെ ഈ ഗ്വാളിയറിലുള്ള ഗജേന്ദ്ര എന്ന് പറയുന്ന ആളുമായി താൻ പ്രണയത്തിലായിരുന്നു. വിവാഹം പക്ഷേ വീട്ടുകാർ നിർബന്ധിച്ച് നടത്തുകയായിരുന്നു. അതിനുശേഷം ഒരു സമയം കിട്ടിയപ്പോൾ താൻ ഒളിച്ചോടുകയായിരുന്നു എന്നാണ് ഈ പെൺകുട്ടി പോലീസിനോട് പറഞ്ഞത്. എന്തായാലും ഈ വ്യാജ പരാതി നൽകിയവർക്കെതിരെ പോലീസ് നടപടിയെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.